ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. നമസ്കാരം. ഇന്ന് നമ്മൾക്ക് സാഖ്യയോഗത്തിലെ തന്നെ 57, 58, 59 ഈ 3 ശ്ലോകങ്ങളാണ് നോക്കാനുള്ളത്. ആദ്യത്തെ 57-ാമത്തെ നോക്കാം. യ സർവത്രാനഭിസ്നേഹ തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. യ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ, അനഭിസ്നേഹ സ്നേഹമില്ലാത്തവനായി, തത്ത് എന്ന് പറഞ്ഞാൽ അതാത്, ശുഭാശുഭം അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അനുഭവങ്ങളെ, പ്രാപ്യ പ്രാപിച്ചാലും, സ അഭിനന്ദതി അനുമോദിക്കുന്നില്ലയോ, ന ദ്വേഷ്ടി വെറുക്കുന്നില്ലയോ, തസ്യ അവൻ്റെ, പ്രജ്ഞ എന്ന ജ്ഞാനം, പ്രതിഷ്ഠിത ഉറച്ചതാണ്. ഇനി നമ്മൾക്ക് ഇതിൻ്റെ വ്യാഖ്യാനം നോക്കാം. ഏതൊരാളാണോ ഒരു കാര്യത്തിലും സംഘമില്ലാതെയും അപ്പോൾ വന്നു ചേരുന്നത് നല്ലതായാലും ചീത്തയായാലും അതിനോട് ആർത്തിയോ അനിഷ്ടമോ ഒന്നും കൂടാതെ ഇരിക്കുന്നത്, അവൻ്റെ ബുദ്ധി അന്തരാത്മാവിൽ ഉറച്ചതാകുന്നു. അപ്പോൾ ഒരാളുടെ ബുദ്ധി അന്തരാത്മാവിൽ ഉറയ്ക്കണമെങ്കിൽ എന്താ വേണ്ടത്? അയാൾ ഒരു കാര്യത്തിലും സംഘം ഉണ്ടാവാൻ പാടില്ല. വന്നു ചേരുന്ന അനുഭവങ്ങൾ നല്ലതായാലും ചീത്തയായാലും അതിനോടൊരു പ്രത്യേകിച്ചൊരു ഇഷ്ടമോ അനിഷ്ടമോ കൂടാതെ ഇരിക്കണം. അങ്ങനെയുള്ള ഒരാളുടെ ബുദ്ധി മാത്രമേ അന്തരാത്മാവിൽ ഉറയ്ക്കുള്ളൂ. പുണ്യപാപങ്ങളിൽ നിന്നും നന്മതിന്മകളിൽ നിന്നും ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നും ലാഭഛേദങ്ങളിൽ നിന്നും അതീതമായിട്ട് നമ്മുടെ ലക്ഷ്യമായിട്ടുള്ള ബ്രഹ്മഭാവത്തെ മറക്കാതെ എപ്പോഴും ഇരിക്കാൻ കഴിയുക എന്നതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം. ഇതിലും ഭഗവാൻ അർജുനൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സ്ഥിതപ്രജ്ഞൻ്റെ കാര്യങ്ങളാണല്ലോ അർജുനൻ ചോദിച്ചിരുന്നത്. സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് ആളുകളോട് സംസാരിക്കുക, അതോ മൗനിയാണോ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള മറുപടികളാണ് ഈ ശ്ലോകങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ പറയുന്നത് മനസ്സിലായില്ലേ? ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് സംഘമൊന്നുമില്ലാതെ വന്നു ചേരുന്നത് സുഖമായാലും ദുഃഖമായാലും അതിനോട് പ്രത്യേകിച്ചൊരു അറ്റാച്ച്മെൻറ്റോ ഒരു ഇഷ്ടമൊന്നുമില്ലാതെ അവനവൻ്റെ ബുദ്ധി അന്തരാത്മാവിൽ ഉറച്ച ഒരാളുടെ ലക്ഷണമാണ് ഈ പറയുന്നത്. ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു മമത ഉണ്ടാവില്ല. ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന്, അതായത് പുണ്യപാപങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഇങ്ങനത്തെയുള്ള ദ്വന്ദ്ങ്ങളിൽ നിന്നൊക്കെ അതീതമായിട്ട് ലക്ഷ്യമായിട്ടുള്ള ഈ ബ്രഹ്മഭാവത്തെ എപ്പോഴും ഓർത്ത് അങ്ങനെ ഇരിക്കാൻ കഴിയുക എന്നതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ഒരു ലക്ഷണം. അടുത്ത ശ്ലോകം. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വാക്കുകളുടെ അർത്ഥം. കൂർമ എന്ന് പറഞ്ഞാൽ ആമ, സർവശ എല്ലാ ഭാഗത്തു നിന്നും, അങ്കാനി ഇവ എന്ന് പറഞ്ഞാൽ തൻ്റെ തലയെയും കാലുകളെയും, അത് അവയവങ്ങളെ ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ. ആമ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലയൊക്കെ ഉള്ളിലേക്ക് വലിക്കില്ലേ, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, തലയും കാലുകളൊക്കെ. യഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ, അയം ച ഇവനും, ഇന്ദ്രിയാർത്ഥേഭ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാകുന്ന, ഏതൊക്കെയാണ്? ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളിൽ നിന്ന്. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, സംഹരതേ പിൻവലിക്കുന്നുവോ, തസ്യ അവൻ്റെ, പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ജ്ഞാനം, പ്രതിഷ്ഠിത ഉറച്ചതായി ഭവിക്കുന്നു. ഇനി നമുക്ക് വ്യാഖ്യാനം നോക്കാം. ആമകൾ അവയുടെ അവയവങ്ങളെ അകത്തേക്ക് വലിച്ചൊതുക്കില്ലേ, അതേപോലെ ആമ ഇപ്പോൾ വിചാരിക്കുക എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ ആമ ഇരിക്കണം കണ്ടിട്ടില്ലേ, അതേപോലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അകത്തേക്ക് വലിച്ചൊതുക്കി ഒരു വിഷയത്തിനും തന്നെ ആകർഷിക്കാൻ കഴിയാത്ത നിലയിൽ ആത്മനിഷ്ഠനായിരിക്കുമ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയാം. ആമയെപ്പോലെയാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. ആമ അതിൻ്റെ അവയവങ്ങളൊക്കെ ഉള്ളിലേക്ക് വലിച്ച് ഇരിക്കുന്നത് പോലെ വിഷയങ്ങളെയൊക്കെ, ഒരു വിഷയവും തന്നെ ആകർഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലയിൽ ആത്മനിഷ്ഠനായിട്ടിരിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളെയൊക്കെ ഒതുക്കിയിട്ട് ആത്മനിഷ്ഠനായിട്ടിരിക്കുന്ന ഒരാളെ സ്ഥിതപ്രജ്ഞനാണെന്ന് പറയാം. ഒരു പൊട്ടക്കുടത്തിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ ഈ ദ്വാരത്തിലൂടെ വെള്ളം മുഴുവൻ ചോർന്നു പോകുമല്ലോ, അത് ശ്രദ്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അതേപോലെ
ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതേപോലെ ഒരാളുടെ ജ്ഞാനം, അത് പ്രജ്ഞ, അത് മുഴുവനും എപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളിലേക്ക് ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രിയങ്ങളാണ് അതിൻ്റെ റൂട്ട്. ഇന്ദ്രിയങ്ങൾ വഴി വിഷയങ്ങളിലേക്ക് എത്തുന്നു. ഈ സ്വഭാവത്തെ ഫലപ്രദമായിട്ട് തടഞ്ഞ് പ്രജ്ഞയെ മുഴുവൻ ആത്മാവിന് അഭിമുഖമായിട്ട് നിർത്തി ആത്മാവിൽ താതാത്മ്യം പ്രാപിക്കണം. പ്രപഞ്ചത്തെ മറന്നിട്ട് ഈ ആത്മാവിൽ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ കുടത്തിൽ വെള്ളം, ഓട്ടക്കുടത്തിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോണ പോലെയാണ് മനുഷ്യർ ഇന്ദ്രിയങ്ങളിൽ കൂടി നമ്മളുടെ പ്രജ്ഞ മുഴുവനും ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വിഷയങ്ങളിലാണ് ചെന്ന് ചേരുന്നത്. അപ്പം ആ വിഷയങ്ങളിലേക്ക് പോകുന്ന ഈ സ്വഭാവത്തെ നമ്മൾ തടഞ്ഞു നിർത്തിയിട്ട്, നിയന്ത്രിച്ച് നിർത്തിയിട്ട് നമ്മുടെ പ്രജ്ഞയെ മുഴുവൻ ആത്മാവിന് അഭിമുഖമായിട്ട് നിർത്തി ആത്മാവിൽ താതാത്മ്യം പ്രാപിച്ച് ഈ പ്രപഞ്ചത്തെ മറന്നുകൊണ്ടിരിക്കാൻ കഴിയണം. അതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം 59. വിഷയാവിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജ്യം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. വാക്കുകളുടെ അർത്ഥം: നിരാഹാരസ്യ, ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കാതെ കഴിയുന്ന, ദേഹിന എന്ന് പറഞ്ഞാൽ ജീവൻ്റെ, രസവർജ്യം അവയിലെ താല്പര്യമൊഴികെ, വിഷയ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങൾ, വിനിവർത്തത എന്ന് പറഞ്ഞാൽ നിവർത്തിക്കുന്നു, അസ്യ രസ അഭി എന്ന് പറഞ്ഞാൽ അവയിലുള്ള വിഷയാഭിലാഷമാകട്ടെ, പരം എന്നുവെച്ചാൽ പരമാത്മതത്വത്തെ, ദൃഷ്ട്വ അറിഞ്ഞാൽ മാത്രമേ, നിവർത്തതേ നിവർത്തിക്കുകയുള്ളൂ. അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നില്ല ഒരാൾ എന്ന് ഉള്ളത് കൊണ്ട് മാത്രം അയാൾ സ്ഥിതപ്രജ്ഞനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വിഷയങ്ങളിൽ നിന്ന് ഒഴിവാവൽ സ്ഥിതപ്രജ്ഞൻ്റെ ഒരു ലക്ഷണമാണ്. എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കൽ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാളുടെ ലക്ഷണമാണെങ്കിലും വിഷയങ്ങളെ അനുഭവിക്കുന്നില്ല എന്നുള്ളത്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം ഒരാൾ സ്ഥിതപ്രജ്ഞനാവില്ല. അതുപോലെ ഒരു വിഷയത്തെ അനുഭവിച്ചു എന്നതുകൊണ്ട് ഒരാൾ സ്ഥിതപ്രജ്ഞൻ ആവാതെയും ഇരിക്കുന്നില്ല. ഒരാൾ വിഷയങ്ങളെ അനുഭവിക്കാതിരിക്കുമ്പോൾ സ്ഥൂല ശരീരം വിഷയത്തിൽ ഇങ്ങനെ ആഗ്രഹമുള്ളതാണെങ്കിൽ നമ്മൾ അതിനോട് നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം തോന്നും. അപ്പോൾ സ്ഥിതപ്രജ്ഞനാണെങ്കിൽ വിഷയനിവൃത്തം ആയിരിക്കണം. വിഷയത്തിൽ നിന്ന് എല്ലാ ചിന്തകളെയും കളയേണ്ടി വരും. എന്നാൽ പല ആൾക്കാരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ ഒന്നും വിഷയങ്ങളെ അനുഭവിക്കില്ല, പക്ഷെ അവർ മനസ്സുകൊണ്ട് അതിനെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം സൂക്ഷ്മ ശരീരവും ഈ വിഷയങ്ങളും തമ്മിൽ യോജിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അനുഭവിക്കുന്നില്ല എന്നതുകൊണ്ട് സ്ഥിതപ്രജ്ഞനാവുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. അവരുടെ മനസ്സുകൊണ്ട് അവരതിനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ നമ്മളുടെ സൂക്ഷ്മ ശരീരം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. വിഷയങ്ങളിൽ താല്പര്യമുള്ളിടത്തോളം മനസ്സ് അതിനെ ഓർമ്മിക്കാതിരിക്കുകയും ചെയ്യില്ല. അതിനാൽ മനസ്സിന് വിഷയങ്ങളിൽ അല്പം പോലും പ്രീതിയില്ലാതെ ആവണം, അതാണ് വേണ്ടത്. അല്ലാതെ വിഷയത്തെ മനഃപൂർവ്വം നമ്മൾ ഉപേക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ഇങ്ങനെ മനസ്സ് അത്രത്തോളം വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഈ വിഷയങ്ങളെക്കാട്ടിലും സുഖം തരുന്ന വേറൊന്നിൽ മനസ്സിന് പ്രവേശനം ലഭിക്കണം. അപ്പോൾ ഈ വിഷയസുഖങ്ങളെക്കാട്ടിലും കൂടുതൽ സുഖം തരുന്ന ഒരു സുഖം നമ്മുടെ മനസ്സിന് കിട്ടണം. അതായത് ആത്മസ്വരൂപത്തിൽ മനസ്സ് രമിക്കാൻ തുടങ്ങണം. അതുമാത്രമാണ് ഈ വിഷയങ്ങളെക്കാളും കൂടുതൽ സുഖം തരുന്ന ഒരു സംഭവം. മനസ്സ് ആത്മസ്വരൂപത്തിൽ രമിക്കാൻ തുടങ്ങണം. എങ്കിൽ മാത്രമേ തീവ്രമായിട്ടുള്ളൊരു വിരക്തിയും വിഷയനിവൃത്തിയും ഉണ്ടാവുള്ളൂ. മനസ്സ് വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ മാത്രമേ സ്വരൂപത്തിൽ, ആത്മസ്വരൂപത്തിൽ രമിക്കൂ. അതിനാൽ ശരീരത്തിൽ നിന്നല്ല, ചിത്തത്തിൽ നിന്നാണ് ഈ വിഷയങ്ങൾ അകലേണ്ടത്. നമ്മൾ മനഃപൂർവ്വം ബലം പ്രയോഗിച്ച് വിഷയങ്ങളൊന്നും അനുഭവിക്കണില്ല എന്ന് പറഞ്ഞിരുന്നാൽ അയാൾ സ്ഥിതപ്രജ്ഞനാണെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയാണെങ്കിൽ അയാളുടെ മനസ്സ് ഈ വിഷയങ്ങളെക്കുറിച്ച് ഓർത്ത് അങ്ങനെ ആലോചിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിഷയനിവൃത്തമായിട്ടുള്ള ഒരു ചിത്തം കൊണ്ട് എപ്പോഴും ആത്മസ്വരൂപത്തിൽ മുഴുകിയിരിക്കുന്നത് തന്നെയാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം. അപ്പോൾ വിഷയനിവൃത്താവണം മനസ്സ്. അങ്ങനെയുള്ളൊരു മനസ്സുകൊണ്ട് എപ്പോഴും ആത്മസ്വരൂപത്തിൽ മുഴുകിയിരിക്കണം. അതാണ് സ്ഥിതപ്രജ്ഞൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം.
അപ്പോൾ ഈ 3 ശ്ലോകങ്ങൾ കഴിഞ്ഞു. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. നന്ദി.